എൻ്റെ പേര് MD അബ്രഹാം. ഞാൻ തൃശ്ശൂരിനടുത്ത് വിയ്യൂരിൽ താമസിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യൻ റെയർ എർത്ത് എന്ന ആറ്റോമിക് എനർജിയുടെ കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ചേർന്നു. 32 വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം VRS എടുത്ത് പോകുന്നു. ഇപ്പോൾ എൻ്റെ വിശ്രമകാലത്ത് സമയം ചെലവഴിക്കാനായിട്ട് വരയും വായനയുമായിട്ട് കഴിച്ചു കൂട്ടുന്നു. ജീവിതം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഏകാന്തത ഒഴിവാക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നേരത്തെ വരച്ചിരുന്നെങ്കിലും അത് ഒരു പെർഫെക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ജോലിക്ക് പോയിരുന്ന കാരണം സമയക്കുറവുണ്ടായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം വൈഫും റിട്ടയർ ചെയ്തു. വൈഫ് റിട്ടയർ ചെയ്തിട്ട് കുറച്ച് സമയത്തിന് 1 വർഷത്തിന് ശേഷം അൽഷമേഴ്സ് രോഗത്തിന് വിധേയയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രോഗം മൂർച്ഛിച്ച എനിക്ക് രോഗിയെ ശുശ്രൂഷിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു. ചുമതല എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെയാണ്, ഞാനും എൻ്റെ പരിചാരികയും അവർ ഒരുമിച്ചാണ് നോക്കിയിരുന്നത്. മക്കൾ പഠിക്കാനും ജോലിക്കായിട്ട് പല സ്ഥലത്തും പോയി. അവരുടെ സാന്നിധ്യം വീട്ടിലുണ്ടായിരുന്നില്ല. 2005 മുതൽ ശുശ്രൂഷിക്കാനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നു. എനിക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക്, സമയം ചെലവഴിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്ക് ചിത്രരചന പഠിപ്പിക്കുന്ന ഒരു മാഷെ കാണാൻ ഇടവന്നു. ആ മാഷുടെ വീട്ടിൽ പോയി ദിവസം 2 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ 5 ദിവസം പോയി പഠിച്ചു. അങ്ങനെ ഒരു 3 വർഷത്തോളം 2009 മുതൽ 12 വരെ പഠിച്ചു. അതിനുശേഷം 2012 എൻ്റെ ഭാര്യ മരിക്കുന്നു. പിന്നെ ഞാൻ മക്കളുടെ അടുത്തേക്ക് പോകേണ്ടി വന്നു. ആദ്യം 2012 ഒക്ടോബറിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പടങ്ങൾ നേരത്തെ വരച്ചു തുടങ്ങിയെങ്കിലും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷന് അവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു മകൾ. അങ്ങനെ അവിടെ ഒരു 5 മാസം ആദ്യത്തെ പ്രാവശ്യം നിന്നു. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം അതിങ്ങനെ തുടർന്നു പോന്നു. അങ്ങനെ ആ തുടർച്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ചില പടങ്ങൾ വരച്ചു തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുകൾ വരച്ച പടങ്ങൾ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മുതൽ എനിക്ക് വീണ്ടും വരയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി, അമിതമായിട്ടുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ആ സാഹചര്യത്തിൽ അക്രിലിക് ഉപയോഗിച്ചിട്ടാണ് പടം വരയ്ക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വാട്ടർ കളറും ഓയിൽ പെയിൻറ്റും മാത്രമാണ് ചെയ്തിരുന്നത്. അക്രിലിക് ചെയ്യാനുള്ള ഒരു സ്കില്ല് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ആ മാഷെ സമീപിച്ച് മാഷ് വീട്ടിൽ വന്നിട്ട് വര പഠിപ്പിക്കാനായിട്ട് വീണ്ടും എന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അതിൽ കൂടുതൽ പടം വരയ്ക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ നേരത്തെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. വായന കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. മാത്രമല്ല എൻ്റെ പരിമിതികൾ, എനിക്ക് ഉള്ള കഴിവുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഞാൻ മുന്നിൽ കണ്ടു. പ്രായം ഏറുന്തോറും കഴിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതേ സമയത്ത് എൻ്റെ ഏകാന്തത വർദ്ധിച്ചു വരികയും ചെയ്യും.
നടക്കാൻ പോകുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഒരു സമയം വരും കാലങ്ങളിൽ മുൻകൂട്ടി ഞാൻ കാണുന്നതായിട്ട് എനിക്ക് തോന്നി. അതിന് സമയം ചെലവഴിക്കാൻ എൻ്റെ മനസ്സിന് സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിത്രം വര വീണ്ടും സജീവമാക്കി. അതിനാണ് മാഷ് വീണ്ടും വീട്ടിലേക്ക് വരുത്തി ഈ വര തുടങ്ങിയത്. വര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞ് ഇതൊരു പ്രൊഫഷണൽ ടച്ചുള്ള പടങ്ങളാണ്, അതുകൊണ്ട് ഒരു എക്സിബിഷൻ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേണ്ട എന്ന് ഉദ്ദേശിച്ചെങ്കിലും മാഷ് അത് എന്നെ നിർബന്ധിച്ചു. മറ്റ് പലരും ഈ പടങ്ങൾ കണ്ടപ്പോൾ കൂടുതൽ നിർബന്ധിച്ചു. എന്തായാലും അങ്ങനെ ഒരു സംരംഭത്തിന് പുറപ്പെട്ടു. ലളിതകല അക്കാദമിയിൽ എൻ്റെ ചിത്ര പ്രദർശനം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഫെബ്രുവരി 2025 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ചിത്ര പ്രദർശനം നടത്തുകയുണ്ടായി. ഒരുപാട് വ്യക്തികളും ആളുകളും എൻ്റെ സഹപ്രവർത്തകരും റിട്ടയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേര് വരികയുണ്ടായി. ക്ലാസിക്കലായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പടങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. കാണാൻ മീൻസ് പല സ്ഥലത്തും അല്ലെങ്കിൽ പത്രങ്ങളിലോ വേറെ മാഗസീനിലോ ഒക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വാൻ ഗോഗിൻ്റെ പടങ്ങളോ അല്ലെങ്കിൽ റെംബ്രാൻഡിൻ്റെ പടങ്ങളോ അതുപോലെയുള്ള മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങൾ, ലിയോനാർഡോ ചിത്രങ്ങൾ, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുക മാത്രമല്ല, അത് എൻജോയ് ചെയ്യാറുണ്ട് കാണുമ്പോൾ. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇഷ്ടംപോലെ പടങ്ങൾ ധാരാളമായിട്ട് കാണാനുള്ള ഒരു അവസരങ്ങൾ വന്നു. അതുകൂടാതെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ ലളിതകല അക്കാദമിയാണ്. അവിടെ നടക്കുന്ന മിക്കവാറും എല്ലാ എക്സിബിഷനുകളും ഞാൻ പോയി കാണാറുണ്ട്. അതെനിക്കൊരു ഇൻസ്പിറേഷനാണ്. ഈ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ട്. ഞാൻ വൈഫ് സുഖമില്ലാതെ കിടക്കുകയായാലും അത്തരം കാര്യങ്ങൾ പോയി കാണും. സാഹിത്യ അക്കാദമിയിലെ പരിപാടികൾ കാണും. മറ്റേ സംഗീത നാടക അക്കാദമിയിൽ നാടക മത്സരങ്ങൾ വരുമ്പോൾ കാണും. അങ്ങനെ ഇതെല്ലാം, നാടകവും സാഹിത്യവും ഈ ചിത്രകല, ഇതെല്ലാം ഒരുമിച്ച് ഞാൻ കൊണ്ടുപോയിരുന്നു. എത്ര ബുദ്ധിമുട്ടി കഴിഞ്ഞാലും വൈഫ് സുഖമില്ലാതെ കിടക്കുകയായാലും നമ്മുടെ പരിചാരകരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകും, ഞാൻ ഇന്ന സ്ഥലത്ത് പോവാണ്, ഇടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിക്കും. അപ്പോൾ അത് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് മാറി. അത് 2005 മുതൽ. അപ്പോൾ എനിക്ക് ഒരു 58-60 വയസ്സായി. ഈ 62 വയസ്സിലാണ് ഞാൻ രണ്ടാമത് ചിത്രം വീണ്ടും വരയ്ക്കാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അത് തുടർന്നുകൊണ്ടിരുന്നു. വൈഫ് മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും, അതായത് എനിക്ക് ഒരു 77 വയസ്സായപ്പോഴാണ് വീണ്ടും ഞാൻ വരച്ചു തുടങ്ങിയത്, കൂടുതലായിട്ട് വരച്ചു തുടങ്ങി. ഇടയ്ക്ക് ചില ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നല്ലോ. 77 വയസ്സിലാണ് രണ്ടാമത് വരച്ചു തുടങ്ങിയത്. അപ്പോൾ ആണ് ഈ എക്സിബിഷൻ നടത്താനുള്ള കാര്യം പറഞ്ഞത്. അത് സംഗതി വിജയകരമായിട്ട് നടത്താനും സാധിച്ചു. ഞാൻ വരയ്ക്കുന്ന പടങ്ങൾ പലരും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആർക്കും ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിവില്ലായിരുന്നു. ഞാനിത് പടങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർ വളരെ എക്സൈറ്റഡായി. തനിക്ക് ഈ കഴിവുണ്ടായിട്ട് എന്തുകൊണ്ട് താൻ ഇത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു പരിഭവം പോലും പലരും എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ എനിക്കൊരു പ്രചോദനമായിട്ട് വന്നു. കളറുകൾ എന്നെ പ്രത്യേകിച്ച് ഈ അടുത്തിടെ ആകർഷിക്കാനായിട്ട് ഇട വന്നത് ഞാൻ ചില ബാലറീന പടങ്ങൾ കണ്ടപ്പോഴാണ്. അതായത് അവരുടെ വസ്ത്രവിന്യാസം
വളരെ കളർഫുള്ളും മനോഹരമായിരുന്നു. പിന്നെ ആ വരയ്ക്കുന്നതിൽ ആ വസ്ത്രത്തിൻ്റെ ചുളിവുകൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. ആ ചുളിവുകളിലെ ഷെയ്ഡ് വരച്ചെടുക്കുക എന്നുള്ളത്. അത് നേർത്തതും ആയിട്ടുള്ള ഷെയ്ഡുകൾ, വസ്ത്രങ്ങളുടെ അലുക്കുകൾ, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ വസ്ത്രങ്ങൾ, അതിൻ്റെ അലുക്കുകൾ, നേർത്ത ഭാഗവും അല്ലാത്ത ഭാഗവും, ഷെയ്ഡുകൾ, ഇതെല്ലാം എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ ബാലറീനയുടെ പടങ്ങൾ വരയ്ക്കുമ്പോൾ അത് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ തങ്ങി. പിന്നെ ആ ഒരു പടം എന്ന് പറയുന്നത് ബാലറീന ഒരു ജിംനാസ്റ്റിക്സും നൃത്തവും രണ്ടിൻ്റെ സങ്കലന രൂപമാണ്. അതൊരു ചടുല നൃത്തമാണ്. അത് വളരെയധികം അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു നേച്ചറിൽ കളറുകളുണ്ട്, എല്ലാ കളറുകളും ഉണ്ടാവും, എല്ലാ സ്ഥലത്തും എല്ലാ തരം കളറുകളും ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തോന്നിയത് ഇവരുടെ ആ ഡ്രസ്സിനെ പറ്റിയാണ്. കളറിൽ എനിക്ക് അട്രാക്റ്റീവായി തോന്നിയത് റെഡും വയലറ്റുമാണ്. ഇത് രണ്ടും, വയലറ്റ് വളരെ അപൂർവമായിട്ട് കാണുന്ന കളറാണ്. അതുപോലെ തന്നെ യെല്ലോ കളറും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു കളറായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ യെല്ലോ കളറുകളിൽ ഞാൻ വരച്ചിട്ടില്ല, പക്ഷെ അത് വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ റയർ എർത്ത് എന്ന് പറഞ്ഞ ആറ്റമിക് എനർജീൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ആലുവയിൽ ജോലിക്ക് പോയി. അവിടെ 32 വർഷത്തോളം ജോലി ചെയ്തു. അതൊരു കെമിക്കൽ ഫാക്ടറിയാണ്. കെമിക്കൽ ഫാക്ടറി മാത്രമല്ല, അതിനകത്ത് റേഡിയേഷൻ ഫീൽഡിലുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതായത് അതിനകത്ത് റയർ എർത്ത് കൂടാതെ യുറാനിയം, തോറിയം മുതലായവ സെപ്പറേറ്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. വൈഫിന് സുഖക്കേട് തുടങ്ങിയെങ്കിലും ഞാൻ VRS എടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് 55 വയസ്സായില്ല, അപ്പോഴേക്കും ഞാൻ VRS എടുത്തു. വൈഫിനെ നോക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നു ചേർന്നപ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് തീർന്നു. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ചില്ല. വൈഫിനെ നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അതിനുവേണ്ടി എൻ്റെ ജോലി ഞാൻ അവസാനിപ്പിച്ചു. പിന്നീട് മക്കളുടെ മൂത്ത മകൾക്ക് ജോലിയായിരുന്നു, രണ്ടാമത്തെ മകളും മൂന്നാമത്തെ മകളും പഠിക്കുകയായിരുന്നു. അവർ പഠിപ്പിന് പോയപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ പരിചാരകയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വൈഫിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ വൈഫിനെ എനിക്ക് ശുശ്രൂഷിക്കാൻ സാധിച്ചു. ഇത് ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻ്റാണ്. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ കൂട്ടുകാരാണ് എന്നോട് ആ കാര്യം പറഞ്ഞത്. അതെനിക്ക് പിന്നീട് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഈ വരച്ച് തുടങ്ങിയിട്ട് ഇങ്ങനൊരു എക്സിബിഷൻ നടത്തിയപ്പോൾ അത് വല്ലാത്തൊരു അച്ചീവ്മെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ. കാരണം ഞാൻ 63 വയസ്സിലാണ് വരയ്ക്കാൻ തുടങ്ങുന്നത്. 10-15 വർഷത്തോളം ഞാൻ വരച്ചതിന് ശേഷമാണ് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ മാഷ് പറഞ്ഞിട്ടാണ് ഞാൻ എക്സിബിഷൻ നടത്തിയത്. അതിന് എന്നെ സഹായിച്ച വേറൊരു വ്യക്തി കൂടിയുണ്ട്. ആ ആളും കൂടി ഞാൻ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. മറ്റാരുമല്ല, എൻ്റെ ഒരു ആത്മസുഹൃത്തായ ഡോക്ടർ ശിവദാസ്. അദ്ദേഹം സ്പൈസസ് ബോർഡിൽ ഒരു സയൻറ്റിസ്റ്റായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പോയി എക്സിബിഷനുകളും സെമിനാറുകളും കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ എക്സിബിഷൻ നടത്തിയപ്പോഴാണ് എനിക്ക് ഇത്രയും വിലപ്പെട്ട ഒരു ആളാണല്ലോ എൻ്റെ കൂടെയുള്ളതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്.
ഈ പടങ്ങളൊക്കെ ഓരോ പടം ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു തൃപ്തി വരാറുണ്ട്. ചില പടങ്ങൾ വരച്ചു കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാകാറുമില്ല. ആ പടങ്ങൾ മാറ്റി വയ്ക്കും. അതാണ് പതിവ്. അല്ലെങ്കിൽ കീറിക്കളയും. ഏതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യും. അത് പിന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ പല പടങ്ങളും ഞാൻ മാറ്റിവെച്ച പടങ്ങളും ഈ ഡോക്ടർ ശിവദാസാണ് ഇത് എക്സിബിഷന് വെക്കണം എന്ന് നിർബന്ധിച്ച്. അങ്ങനെയാണ് ഏകദേശം 40 ചിത്രങ്ങൾ അവിടെ കൊണ്ടുപോയി. പ്രദർശിപ്പിക്കാത്ത കുറച്ച് ചിത്രങ്ങളും ഉണ്ട്. അത് അതിൻ്റെ കൈവശം ഇരിക്കുക, എൻ്റെ സ്വകാര്യ സ്വത്തായിട്ട് അവിടെ ഇരിക്കുന്നു മാത്രം. പിന്നെ ഇത് ഇത് കണ്ട ആൾക്കാർ പലർക്കും ഒരു പ്രചോദനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് അവിടെ വന്നിട്ടുള്ളവർ, എക്സിബിഷൻ ഉദ്ഘാടനത്തിന് വന്നവർ എല്ലാവരും 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരുന്നു. ഒക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കിത് ആലോചിക്കാനും പോലും പറ്റുന്നില്ല. ഞാൻ മറ്റു പലരുമായിട്ട് ഇടപഴകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പലർക്കും ഡിപ്രഷൻ വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പോൾ രോഗം വന്നു, മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ പഴിക്കുന്നത് എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അത് ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അവർ പറയാൻ കാരണം. എനിക്കൊരിക്കലും ജീവിതം മടുത്തിട്ടില്ല, എനിക്കത് മടുക്കുകയില്ല. കാരണം നമ്മുടെ മുന്നിൽ വേറെ വേറെ വഴികൾ എപ്പോഴും തെളിഞ്ഞു വരും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊന്നിനെപ്പറ്റി നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ചുറ്റുവട്ടത്തും ആൾക്കാർ പെട്ടെന്ന് ആരോഗ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തളരുകയോ വീഴുകയോ അല്ലെങ്കിൽ അവർ മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രോഗം ഒരു മനുഷ്യന് ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും എപ്പോൾ വേണമെങ്കിലും വരാം. അത് അതിജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ആക്ഷൻ പടങ്ങളാണ് കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ വരച്ചതിൽ നല്ലൊരു പങ്കും കുതിരകളാണ്. കുതിരകളുടെ റണ്ണിങ്ങിലുള്ള സ്റ്റാറ്റസിലുള്ള പടങ്ങളാണ് കൂടുതലും വരച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഏത് പടം വരയ്ക്കുകയായാലും ഒരു ചലനാത്മകത തോന്നുന്ന പടമാണെങ്കിൽ അത് പെട്ടെന്ന് ഒരാളെ സ്ട്രൈക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ ബാലറീനെ വരച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ആ ചടുലത ആ പടത്തിനുണ്ട്. അത് കാണുന്ന ആൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് ഒരാൾ വെറുതെ ഇരിക്കുന്ന ഒരു പടമാണെങ്കിൽ അതിനത് തോന്നില്ല. അപ്പോൾ ഒരാൾ എന്നെ വിമർശിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു പന്ത് പിടിക്കാനായിട്ട് ഗോളി ചാടുന്ന ഒരു രംഗമുണ്ട്, പറന്ന് ചാടുന്ന ഒരു രംഗമാണ്. അതൊരു സ്പ്ലിറ്റ് സെക്കൻഡേ ഉള്ളൂ. പക്ഷേ ഗോളിയുടെ കഴിവും മികവും ആ ഒരൊറ്റ പിടുത്തത്തിൽ ആ ഫ്രെയിമിൽ കാണും. ആ ഫോട്ടോ ഫ്രെയിമിൽ അത് വന്നിരിക്കും. അത് അത്രയും ഇതായിട്ടുള്ള പടമാണ്, ആകർഷകമായിട്ട് നമുക്ക് തോന്നുന്നത്. പിറ്റേ ദിവസം പത്രത്തിൽ വരുമ്പോൾ എന്ന് നമുക്ക് തോന്നാൻ ഒരു കാരണം അതാണ്. പിന്നെ അതുകൊണ്ടാണ് ആ പടങ്ങൾ വരയ്ക്കാനെന്ന് എനിക്ക് താല്പര്യം തോന്നി തുടങ്ങിയത്. നേരത്തെ അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ഞാൻ കുതിരകളെ വരയ്ക്കാൻ തുടങ്ങിയത് ഞാൻ 70കളിലൊക്കെ ഒരുപാട് ഈ വെസ്റ്റേൺ മൂവീസ് കണ്ടിട്ടുണ്ട്. ഈ കുതിരകളും ഇതൊക്കെയുള്ള ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ്, അങ്ങനെ ഗ്രിഗറി പെക്ക്, അങ്ങനെയുള്ള ആളുകളുടെ സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കാണും. ഇപ്പോഴും ഞാൻ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും യൂട്യൂബിൽ കണ്ടിരിക്കും. അത് കുതിരകളോടുള്ള ഒരു ഫാസിനേഷനാണ് എനിക്ക് അത് തോന്നിയിരിക്കുന്നത്. ആ മൃഗത്തിന് ഒരു ഭംഗിയും ഒരു ചടുലതയുണ്ട്. അത് ഒരു എന്താ പറയുക, യുദ്ധത്തിന് മാത്രം പോകുന്ന അതല്ല, അല്ലാതെ തന്നെ അതിനൊരു ഗാംഭീര്യം ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു മൃഗമായതുകൊണ്ടാണ് കുതിരയെ വരയ്ക്കുന്നത്. പിന്നെ ഈ അതിൻ്റെ ഇതായിട്ടാണ് ഈ ബാലറീന എൻ്റെ രംഗത്ത് വരുന്നത്. പിന്നെ ഈ ഞാനിപ്പോൾ ഒരു പടം വരയ്ക്കാൻ ശ്രമിച്ചത് ഒരു പൊന്മാൻ കുളത്തിൽ നിന്ന് ഒരു മീനെ പൊക്കി പറക്കുന്ന ഒരു രംഗമാണ്. വെറുതെ കൊമ്പിലിരിക്കുന്ന ഒരു പൊന്മാനെ വരച്ചു കഴിഞ്ഞാൽ അതിനൊരു അട്രാക്ഷനില്ല.
പക്ഷേ ഈ വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴുന്ന അല്ലെങ്കിൽ കാലിൽ നെറ്റ് വീഴുന്നത് ചിറക് വിരിച്ച് മുകളിലേക്ക് പറക്കുന്നതായിട്ടുള്ള അത് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്. ആക്ഷൻ പടങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് കിട്ടുന്നതും അത്തരം പടങ്ങളായിരിക്കും. അത് കാണികൾക്ക്, കാഴ്ചക്കാർക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. എന്ന് പറയാനായിട്ട് തോന്നും. സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അങ്ങനെ തോന്നില്ല. അതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന കാര്യം. ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഡ്രോയിങ്, മ്യൂസിക്, ക്രാഫ്റ്റ് ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി ഇപ്പോൾ. അത് അത്തരം അധ്യാപകർക്ക് ജോലിയില്ലാതെ വന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം കലകൾ പഠിക്കാനുള്ള ഒരു അവസരം ചെറുപ്പത്തിലേ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് നഷ്ടപ്പെടുത്തി. ഗവൺമെൻറ്റായിട്ട് അത് ഇല്ലാതെയായി. ആ കുട്ടികളെ വേറെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വീട്ടുകാരും അതിന് ശ്രമിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കാതെയായി. അപ്പോൾ കുട്ടികൾ മറ്റ് അനാശാസ പ്രവർത്തികളിലേക്ക് ഈ അടുത്തിടെ ലഹരിയിലേക്കും മറ്റേലേക്കും പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്കൊന്നും ചെയ്യാനില്ല. കുട്ടികൾ ചില ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആരായിരുന്നു ജവഹർലാൽ നെഹ്റു? അറിയില്ല. ഇത്രയും നിരുത്തരവാദിത്തമായ ഒരു സമീപനത്തോടു കൂടിയാണ് പഠിപ്പിനെ അവർ കാണുന്നത്. അത് വല്ലാതെ വഴിതെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നിരീക്ഷണ പാഠകം, ഒരു പയർ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കുന്നത് എങ്ങനെയാണ്, വേര് വരുന്നത് എങ്ങനെയാണ്, അത് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു മനസ്സ് അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. അത് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത്തരം കാര്യങ്ങൾ പോലും കുട്ടികളെ കൊണ്ട് വീടുകളിൽ ചെയ്യിക്കുന്നില്ല. അത് ഒരു നിലവാരത്തിൻ്റെ തകർച്ചയുടെ ഭാഗമാണ്. അത് വീട്ടിലുള്ള മറ്റുള്ളവർ എങ്ങനെയാണ് അരിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അരി എവിടെ നിന്ന് വരുന്നു എന്ന് പോലും അറിയാത്ത കുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒന്നുകിൽ അതിനെ പരിശീലിപ്പിക്കുകയോ അത്തരം കാര്യങ്ങൾ നിരീക്ഷണ പാഠവും കുട്ടികളിൽ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്തിരിക്കണം വീട്ടിൽ. പിന്നൊന്ന്, കലയായിട്ടുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ വേറെ സ്ഥലത്ത് കല പഠിപ്പിക്കുകയോ അത് ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കാം. ഇപ്പോൾ ഇവിടെയുള്ള ഒരു അധ്യാപനം തന്നെ കുറച്ച് കുട്ടികൾ ശനി ഞായർ ദിവസങ്ങളിൽ വന്ന് പഠിക്കുന്നതല്ലാതെ പിന്നെ ചില നല്ല സ്കൂളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളുകളിൽ അവർ ഇത്തരം അധ്യാപകരെ വെച്ചിട്ട്, കായിക അധ്യാപകരെയോ അല്ലെങ്കിൽ കലാ അധ്യാപകരെയോ വെച്ചിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാവരിലേക്കും എത്തുന്നില്ല. അത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കാര്യം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് ചെറിയ ക്രാഫ്റ്റ്, കുട്ടികൾ എന്ത് ചെയ്യായാലും ഒരു ക്രാഫ്റ്റ് വർക്ക് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ എന്തെങ്കിലും തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും. അത് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ മനസ്സിലാക്കിക്കാനോ ഈ അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു കഴിവ് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ മറ്റ് അനാശ്വാസമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ചിന്ത പോവില്ല. പിന്നെ യൂട്യൂബിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ സാഹിത്യം കലയും മാത്രമല്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്നും യൂട്യൂബിൽ ശ്രദ്ധിക്കാറുണ്ട്. രാഷ്ട്രീയവും ചുറ്റുപാട്ടത്തുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. നമ്മളുടെ ടി വികളിൽ കാണുന്നത് ലോക്കൽ ന്യൂസുകളാണ്. അടി, ഇടി, കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ, ഇത്തരം വാർത്തകളാണ് ആഘോഷിക്കപ്പെടുന്നത്. അതല്ലാതെ ഒരേ വാർത്ത തന്നെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കാലത്ത് അരമണിക്കൂർ, അടുത്ത അരമണിക്കൂറിൽ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും മാറ്റം വരാതെ പറ്റില്ല. ഏതെങ്കിലും ഇപ്പോൾ BBC ന്യൂസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൽ അവർ വാർത്ത പറയും. പിന്നെ ഏതെങ്കിലും ഒരു ഫീച്ചറാണ് അവർ ചെയ്യാറ്.
അത്തരം കാര്യങ്ങൾ നമ്മളുടെ ഒരു മാധ്യമങ്ങളും ചെയ്യാറില്ല. ഞാൻ ഈ അടുത്തിടെ വന്ന ഒരു ചാനലാണ് ന്യൂസ് മലയാളം എന്ന് പറയുന്നത്. ആ ചാനലിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു അരമണിക്കൂറിൻ്റെ അവസാനം, അതായത് ഇപ്പോൾ 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് മുമ്പായിട്ട് 10 മിനിറ്റ് നേരം അവർ ജനകീയമായിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയും ജനങ്ങൾക്ക് അറിവ് തരുന്നതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്. അത് എനിക്ക് വളരെയധികം, ഞാൻ അത് കാരണം മിക്കവാറും ഇപ്പോൾ ആ ചാനലാണ് കാണുന്നത്. പരസ്യം കുറവാണ് അതിൽ. അത്തരം കാര്യങ്ങൾ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളും അവർക്ക് അറിവ് പകരുന്നതായിട്ടുള്ള കുറച്ച് സമയങ്ങളിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അത് കൊടുക്കാനായിട്ട് ഈ ടി വിക്കാർ ശ്രമിക്കുന്നില്ല.